ഹലോ, അസ്സലാമു അലൈക്കും. നെഹ്ലയാണ്. എല്ലാവരും സേഫ് ആയിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഒരു ഓൺ വീഡിയോ ചെയ്യുന്നത് യൂട്യൂബിൽ. കുറേ നാളായി വിചാരിക്കുന്നു യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്യണമെന്ന്. പക്ഷെ ഇതുവരെ എനിക്ക് അതിനുള്ളൊരു ധൈര്യം അങ്ങോട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനി എൻ്റെ വീഡിയോയിൽ ചെറുതായിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക എല്ലാവരും. ഇത്തവണ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് മോം ട്യൂബിൻ്റെ ഒരു ഫ്രെയിം ബോർഡാണ്. ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിതിൽ യൂസ് ചെയ്തിട്ടുള്ള ഡൈ കട്ട്സ്, എലമെൻറ്റ് ഷീറ്റ്സ് ഇതൊക്കെ ഞാൻ ഇൻസ്റ്റയുടെ പേജിൽ നിന്നാട്ടോ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ നോക്കി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്താൽ മതി. അപ്പോൾ എൻ്റെ ഈ ഐഡിയ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ അത് എനിക്കും സന്തോഷമാണ്, നിങ്ങൾക്കത് യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ മോം ടു ബി ഫ്രെയിം ബോർഡ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇന്നത്തെ മോം ടു ബി ബോർഡ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പ്ലൈവുഡിൻ്റെ വുഡൻ ബോർഡാണ്. ഇത് കുറച്ച് കട്ടിയുള്ളത് കൊണ്ടാണ് ഞാനിത് എടുത്തത്. ഇതാകുമ്പോൾ നമുക്ക് സ്റ്റാൻഡായിട്ട് നിർത്തുമ്പോൾ നല്ല കംഫർട്ടബിൾ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ മേലെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെല്ലാം. അപ്പോൾ ഇനി ഇത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു A3 സൈസിലുള്ള ഒരു പാറ്റേൺ ഷീറ്റാട്ടോ എടുത്തിട്ടുള്ളത്. ഇതുപോലുള്ള പാറ്റേൺ ഷീറ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നെ ഇൻസ്റ്റഗ്രാമായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി. എൻ്റെ ഇൻസ്റ്റഗ്രാമിലെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതാണ്. ഇനി ഈ A3 ഷീറ്റ് ഈ പ്ലൈവുഡിൽ വെച്ചിട്ടൊന്ന് നമുക്ക് സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ഫെവിഗോളാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ A3 ഷീറ്റിന് കറക്റ്റായിട്ട് ഈ പ്ലൈവുഡിൻ്റെ ബോർഡ് നടുവിലാക്കിയിട്ട് കറക്റ്റ് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഒട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ 4 മൂലയിലായിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ 4 മൂലയും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ബാക്കിയുള്ള ഭാഗം നമുക്ക് പ്ലൈവുഡിൻ്റെ ബാക്ക് സൈഡിലോട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് മടക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ പേപ്പർ കട്ടറോ അല്ലെങ്കിൽ പെൻ നൈഫോ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് വരച്ചിട്ട് നമുക്കൊന്ന് മടക്കാം. കാരണം ഇത് 300 GSM ആയത് കാരണം പെട്ടെന്ന് മടങ്ങുമ്പോൾ ഒരു വൃത്തി കിട്ടൂല. അതുകൊണ്ടാണ് ആദ്യം ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് ഗമ്മ് വെച്ചിട്ട് ഒട്ടിക്കാം. ഇതിൻ്റെ സൈഡിലത്തെ പീസ് വീതി ഇല്ലാത്തത് കൊണ്ട് ഞാനിവിടെ ടാപ്പ് വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് വീതിയിലായിട്ടുള്ള പാറ്റേൺ പേപ്പർ എടുക്കുക നോക്കുക. പ്ലൈവുഡിൻ്റെ സൈസ് വലുതായത് കൊണ്ടാണ് വിഡ്ത്ത് കുറഞ്ഞത് സൈഡിലെ പേപ്പറിന്. അപ്പോൾ ഞാനിവിടെ ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് A3 ഷീറ്റ് തന്നെയാണ്. അതിൻ്റെ കുറച്ച് കട്ട് ചെയ്തിട്ട് പാകത്തെ അളവിനാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഡബിൾ ടാപ്പ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇത് ടാപ്പ് വെച്ചിട്ടാണ് ആദ്യം നമ്മൾ ഒട്ടിച്ചത്. അപ്പോൾ ഗ്ലൂ ആയതുകൊണ്ട് ഒട്ടില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ ഡബിൾ സൈഡ് ടാപ്പ് യൂസ് ചെയ്യുന്നത്. ഇത് വളരെ തിക്ക് കുറഞ്ഞ ടാപ്പാണ്. ഇത് നമുക്ക് 4 സൈഡുമായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇതിപ്പോൾ 4 സൈഡ് ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ മേലെയുള്ള ഒരു സ്റ്റിക്കർ പറിച്ചെടുക്കാം. എന്നിട്ട് വേണം നമുക്ക് ഒട്ടിക്കാൻ. ഇത് 2 സൈഡ് ഒട്ടുന്നതായതുകൊണ്ടാണ് ഇത് മേലത്തെ സൈഡത്തെ സ്റ്റിക്കർ നമ്മൾ പുറമേ പറിച്ചെടുക്കുന്നത്, എങ്കിലേ ഒട്ടുള്ളൂ. അങ്ങനെ 4 സൈഡിലും മേലെയുള്ള സ്റ്റിക്കർ ഒഴിവാക്കി ഇനി നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ നല്ലതുപോലെ മുൻഭാഗവും ബാക്ക് ഭാഗവും നല്ല വൃത്തിയായി നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഡെക്കറേഷൻസ് തുടങ്ങാം. ഇത് എൻ്റെ അടുത്ത് കുറേ ഡൈ കട്ട്സ് ഉണ്ട്. ഈ കട്ട്സൊക്കെ ഞാൻ ചെയ്തത് തന്നെയാണ്. ഇത് ഞാൻ A3 ഷീറ്റിലോട്ട് എനിക്ക് ആവശ്യമായ പിക്ചർ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിൻ്റ് എടുക്കുന്നതാണ്. ഇത് ഇനി നമുക്ക് പ്രിൻ്റ് എടുക്കാൻ ബുദ്ധിമുട്ടായുള്ളവർക്ക് ഇതിങ്ങനെ ഇൻസ്റ്റയിൽ നിന്ന് പേജിൽ നിന്നായിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. നമുക്ക് പുറമേ വാങ്ങിക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാനൊരു A3 ഷീറ്റാണ്. ഇത് ഞാൻ കട്ട് ചെയ്തിപ്പോൾ ചെറുതായതാണ്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഏതാണ് പിക്ചർ വേണ്ടത് അത് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഫോട്ടോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി. എൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതാണ്. അങ്ങനെ വേണ്ടപ്പെട്ട പിക്ചർ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഷേപ്പായിട്ട് കറക്റ്റ് അളവിലായിട്ട് കട്ട് ചെയ്തെടുക്കാം നല്ല വൃത്തിക്ക്.
ഇനി ഈ കട്ട്സൊക്കെ ഒട്ടിക്കാൻ ഉപയോഗിക്കുന്നത് ഡബിൾ സൈഡ് ടാപ്പാണ്. ഫസ്റ്റ് ഞാൻ മോം ടു ബി എന്നുള്ളതിൽ മോംന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുകയാണ്. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. ഫസ്റ്റായിട്ട് നമുക്ക് താഴേന്ന് മേലേക്ക് തന്നെ പോവാം ഒട്ടിച്ചെടുക്കുന്നത്. ഇത് 2 ഫോട്ടോയാട്ടോ ഉള്ളത്. ഇതുപോലെ ഞാൻ A3 ഷീറ്റിൽ പ്രിൻ്റ് എടുത്തതാണ് കളറിലായിട്ട്. ഇനി നമുക്ക് ഡബിൾ സൈഡ് ടാപ്പ്, തിക്ക് കുറഞ്ഞ ടാപ്പ് ഇതിൻ്റെ മേലായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം ഇതുപോലെ. ഇതിലെല്ലാ കട്ട്സും നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത് ഡബിൾ ടാപ്പ് യൂസ് ചെയ്തിട്ടാണ്. അതാണ് ഒന്നുകൂടി കാണാൻ വൃത്തി. അങ്ങനെ എല്ലാ കട്ട്സും ഒട്ടിച്ച് കഴിഞ്ഞ് നല്ല ഭംഗിയായിട്ടുണ്ട് ഇപ്പോൾ കാണാനായിട്ട്. അങ്ങനെ നമ്മുടെ ഹാൻഡ് മെയ്ഡ് മോം ടു ബി ഫ്രെയിം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. എങ്കിലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ഇടും വരേക്കും ബായ്.